ഹലോ ഹായ് ഗൈസ്. അപ്പം നമ്മളിന്ന് ഓച്ചിറയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഓച്ചിറയിൽ നമ്മുടെ വൃശ്ചിക ഉത്സവം. അപ്പം നമ്മളിന്ന് വൃശ്ചികത്തിൽ വരാൻ എന്നും ഇതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നപ്പോഴെല്ലാം ഇങ്ങോട്ട് വരണമെന്ന് വിചാരിക്കും. അപ്പോൾ ഇന്നാണ് ഒരു സമയം എത്തത്. നമ്മൾ രണ്ടുപേരും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അതെ, നമ്മുടെ വണ്ടി നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ വൃശ്ചികം ആയതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം പേയാൻ പാർക്ക് അല്ലാണ്ട് എങ്ങും പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതായിരിക്കും സേഫ് എന്ന് വിചാരിക്കുന്നു നമ്മൾ. അപ്പം നമ്മൾ റോഡിലോട്ട് ഇറങ്ങി ഒരു കരിക്കിൻ ഷേക്കൊക്കെ കുടിച്ചു. നല്ലതായിരുന്നു. 50 രൂപയായിരുന്നു. നല്ല ഇഷ്ടപ്പെട്ടു നമുക്ക്. ഇനി നമ്മൾ അമ്പലത്തിനകത്തിലോട്ട് കയറി. എങ്ങനെ ഉണ്ടായിരുന്നു? അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു. തിരക്ക് കുറവായിരുന്നു. 3-3:30 ചെറിയൊരു മഴക്കോളൊക്കെ ഉണ്ട്. അതെ. അപ്പം നമ്മളെല്ലാം ജസ്റ്റ് കാണിച്ച് പോവാ എന്തൊക്കെയുണ്ടെന്നല്ല. നമ്മൾ അധികം ഒന്നും വാങ്ങിയില്ല. അതെ, നമ്മളൊന്നും വാങ്ങിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ ഒന്നും കഴിച്ചു. ഐസ്ക്രീം പോലും വാങ്ങിയിട്ടില്ല. ചുമ്മാ എല്ലാം കാണുന്നതേ ഉള്ളായിരുന്നു. ഒന്നാമത്തെ കാര്യം നമ്മൾ വേറെ ഇടത്തൊക്കെ പോയിട്ട് ലേറ്റായിട്ടാണ് വന്നത്. അത് കാണുന്നുണ്ടോ നിങ്ങൾ? ഇതാണ് ഓച്ചിറയെന്ന് ആലോചിക്കുന്നത് മെയിൻ. അതെ, നമ്മൾ രണ്ടുപേരും ആദ്യമായിട്ടാണ് ഓച്ചിറയിൽ പോകുന്നത്. നമ്മൾ രണ്ടുപേരോട് അച്ഛൻ്റെ അമ്മയോടെ ഒക്കെ പോയിട്ടുണ്ട്. ഇത് കണ്ട് ഈ ടോയ്സിന് 20 രൂപയേ ഉള്ളൂ. നമ്മൾ ടോയ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളിത് വീണ്ടും ഓരോരോ ഷോപ്പിൽ ഓരോ ഐറ്റംസ് ഒക്കെ കാണിക്കുന്നു. ഇത് ഗ്ലാസ് കപ്പും ഒക്കെ കിട്ടുന്ന കടയാണ്. ഇവിടെ നിന്ന് ഒരു ജഗ് വാങ്ങി. അതെ, വിശദമായ ഒരു ജഗ് വാങ്ങിയിട്ടുണ്ട്. എന്താണ് ഇതിലും വലുതാണ് വാങ്ങിയത്. അപ്പോൾ അവരോട് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ച് എത്ര ലിറ്റർ കൊള്ളും എന്നൊക്കെ ചോദിച്ചിട്ട് എടുക്കുകയാണ് നല്ലത്. നല്ലതായിരുന്നല്ലേ? നല്ലതായിരുന്നു. എന്താണ് ഇവിടെ പിന്നെ കുറേ കളിപ്പാട്ടക്കടിയൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങളും ചെറിയ പിള്ളേരായിട്ട് പോകാൻ ഏറ്റവും നല്ലതാണ്. കാരണം നമ്മൾ കുഞ്ഞിലേ വാങ്ങിക്കുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പെൻസിലും അങ്ങനത്തെയൊക്കെ കുറേ ഐറ്റംസ് ഇല്ല. ഇതുണ്ട് 100 രൂപയുടെ ചെരുപ്പ്. നമുക്ക് വീട്ടുകാരുമായിട്ട് വരുവാണെങ്കിലും പ്രത്യേകിച്ച് അമ്മമാരൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഒത്തിരി സാധനം വാങ്ങിക്കാൻ വേണ്ടി കിച്ചണിലേക്കുള്ളത്. എനിക്ക് തോന്നുന്നു മെയിൻലി അവരെ ഫോക്കസ് ചെയ്യണം. പിന്നെ അതിലൊന്നും മലിഞ്ഞ് കയറിയിട്ടില്ല. റൈഡൊന്നും നമ്മൾ കയറില്ല. പിന്നെ ഒരു നാരങ്ങ വെള്ളം കുടിച്ചു. നമുക്ക് ഭയങ്കര ദാഹിച്ചിട്ട് ഞാൻ കുടിച്ചിട്ടുള്ള ദാഹം. അതെ. പിന്നെ ഇത് നഴ്സറിയിൽ നിന്ന് പൂവൊക്കെ നമ്മൾ വാങ്ങിയില്ല കേട്ടോ. എല്ലാം കണ്ടതേ ഉള്ളൂ, ഒന്നും വാങ്ങിയിട്ടില്ല. പിന്നെ ഇത് വാങ്ങിയിട്ടോ, കാരണം ഇത് ഇത്രയും കൂടെ 50 രൂപയുള്ളായിരുന്നു. പിന്നെ എൻ്റെ ചിറ്റ അവിടെയാണ് ജോലി ചെയ്യുന്നത്. അവിടുത്തെ അമ്പലത്തിൻ്റെ പേര് ചെറിയ അമ്പലത്തിൽ ദേവസ്വം ബോർഡിൻ്റെ അമ്പലം ലക്ഷ്മിയാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല മഴ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കയറിയിരുന്നു. ഭയങ്കര മഴ. ഇറങ്ങിയപ്പോഴാണ് പെയ്യാൻ തുടങ്ങിയത്. ഇച്ചിരി തോന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോവുകയാണ്. അത് പറയാം. ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.